ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ദയനീയമായിട്ടുള്ള ഈ പരാജയം ഈ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളത് തന്നെയാണ് വസ്തുത. പക്ഷേ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയും തള്ളിക്കളയുന്ന നിലയാണ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരനുണ്ട്. നിതിൻ, യോഗം ആരംഭിച്ചിരിക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ബി.ജെ.പിയുടെ സംസ്ഥാന ശില്പശാല നേതൃശില്പശാല കൊച്ചി സ്വകാര്യ ഹോട്ടലിൽ ആരംഭിച്ചിരിക്കുന്നു. ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കന്മാരെല്ലാം തന്നെ യോഗത്തിലുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ, എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നു. പാലക്കാട് തോറ്റ സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ ഉണ്ട്. എന്തായാലും നേതൃത്വം പറയുന്നത് ബി.ജെ.പിയുടെ അംഗത്വ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. സജീവ അംഗത്വവും അതോടൊപ്പം പ്രാഥമിക അംഗത്വവും, ഈ രണ്ട് അംഗത്വങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ യോഗമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. പാലക്കാട്ടെ തോൽവിയടക്കം ഉപതെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ സുരേന്ദ്രനെതിരെ ആഞ്ഞടിക്കാൻ സുരേന്ദ്രന്റെ വിരുദ്ധപക്ഷം, സുരേന്ദ്രനെ എതിർക്കുന്ന സംസ്ഥാന ബി.ജെ.പിയിലെ നേതാക്കന്മാർ ഇന്ന് ഈ യോഗത്തിൽ ആഞ്ഞടിക്കും. വൈകിട്ട് 4 മണി വരെയാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും അംഗത്വ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ബി.ജെ.പിയുടെ അംഗത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. അതോടൊപ്പം തന്നെ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും. നേതൃമാറ്റം, സംസ്ഥാന ബി.ജെ.പിയിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യം ഒരു വലിയ വിഭാഗം നേതാക്കന്മാർക്കുണ്ട്. എന്നാൽ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് തന്നെയായിരിക്കും നിർണായകമാവുക എന്ന കാര്യത്തിൽ തർക്കമില്ല. സംസ്ഥാന ബി.ജെ.പിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറണം എന്ന ഒരു വിഭാഗത്തിന്റെ ആവശ്യമുണ്ട്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ അക്കാര്യം ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ന് കോഴിക്കോട് പലയിടങ്ങളിലും കെ സുരേന്ദ്രന്റെ ജില്ല തട്ടകമാണ് കോഴിക്കോട്, അദ്ദേഹത്തിന്റെ ജില്ലയാണ്. ആ ജില്ലയിൽ പലയിടങ്ങളിലും കെ സുരേന്ദ്രനും അതോടൊപ്പം പാലക്കാട് ചുമതലയുണ്ടായിരുന്ന പ്രഭാരി പി രഘുനാഥിനും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനുമെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളടക്കം പ്രവർത്തകന്മാരുടെ രൂക്ഷമായ പ്രതികരണമുണ്ട്. എന്തായാലും ഇക്കാര്യം ഒരു വിഭാഗം നേതാക്കന്മാർ, കെ സുരേന്ദ്രനെ എതിർക്കുന്ന ഒരു വിഭാഗം നേതാക്കന്മാർ ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കും. നേതൃമാറ്റം എന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് എന്ന കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. കെ സുരേന്ദ്രൻ ഇക്കാര്യം നിഷേധിക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ പരിഹസിക്കുന്ന തരത്തിലാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ശോഭാ സുരേന്ദ്രനും ഇക്കാര്യം നിഷേധിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. അടച്ചിട്ട മുറിയിൽ നടക്കുന്ന യോഗത്തിനകത്ത് കൃത്യമായ വിമർശനങ്ങളുണ്ടാകും. പാലക്കാട്ടെ തോൽവി അടക്കമുള്ള കാര്യങ്ങളിൽ പ്രാഥമികമായ ചർച്ചയുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എബി നിതിൻ, എന്തായാലും ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങളൊക്കെ ഈ ചുറ്റിലും നിൽക്കുന്ന ഘട്ടത്തിലും 2-3 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുന്നു. പക്ഷേ ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞത് മാധ്യമങ്ങൾ ചെവിയിൽ നുള്ളിക്കോ, നിങ്ങൾക്ക് നിരാശരാകേണ്ടി വരും. അതോടൊപ്പം പറയുന്ന ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പുച്ഛം അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരഭാഷയിൽ വായിച്ചെടുക്കാനും കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വൈകുന്നേരത്തോടു കൂടി ഈ യോഗം പൂർത്തിയായി കഴിയാൻ നേരത്ത് മാധ്യമങ്ങൾ ചെവിയിൽ നുള്ളേണ്ട സാഹചര്യം തന്നെയാണോ ഉണ്ടാവുക? മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ യോഗങ്ങളിൽ ഇത്തരം വിമർശനങ്ങളും അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങളും ഉയർന്നു വന്നാലും ദേശീയ നേതൃത്വമാണ് നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇന്നത്തെ യോഗത്തിൽ സുരേന്ദ്രനെ എതിർക്കുന്ന ആളുകൾ സ്വാഭാവികമായും സുരേന്ദ്രനെതിരെയും പാലക്കാട്ടെ ദയനീയമായ തെരഞ്ഞെടുപ്പ് പ്രകടനത്തെക്കുറിച്ചും രൂക്ഷമായ ഭാഷയിൽ ആഞ്ഞടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നേതൃമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. അതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ തന്നെയാണ് കെ സുരേന്ദ്രൻ അത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞത്. കാരണം ഇന്നത്തെ യോഗത്തിൽ കെ സുരേന്ദ്രനെ മാറ്റാനുള്ള തീരുമാനം ഉണ്ടാകില്ല എല്ലാ മാധ്യമപ്രവർത്തകർക്കും, ഇവിടെ എത്തിയ എല്ലാ മാധ്യമപ്രവർത്തകർക്കും, കേരളത്തിലെ ബി.ജെ.പി. രാഷ്ട്രീയം സൂക്ഷ്മമായി നോക്കിക്കാണുന്ന എല്ലാവർക്കും അറിയാം. അതുതന്നെയാണ് സുരേന്ദ്രൻ പറയുന്നത്. മാധ്യമങ്ങൾക്ക് ഇന്ന് വൈകിട്ട് ചെവിയിൽ നുള്ളാമെന്ന്. നേതൃമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. ഇന്നത്തെ യോഗത്തിൽ സുരേന്ദ്രനെ എതിർക്കുന്ന ഒരു വിഭാഗം ഈ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും. അവർ നേരിട്ട് ദേശീയ നേതാക്കന്മാരെ നേരിട്ട് ഡൽഹിയിലെത്തി കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ നിലവിൽ ദേശീയ നേതൃത്വത്തിൽ നിന്നും പ്രഭാരി പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ള ആരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഈ സുരേന്ദ്രനെ എതിർക്കുന്ന ആളുകൾ ഇക്കാര്യം ഉന്നയിക്കും. പാലക്കാട്ടെ ദയനീയമായ തെരഞ്ഞെടുപ്പ് പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ചർച്ച വേണമെന്ന കാര്യം ഉന്നയിക്കും. ഒരു പ്രാഥമികമായ ചർച്ച മാത്രമേ ഇന്ന് നടക്കൂ. വിശദമായ ചർച്ച മറ്റൊരു ദിവസം സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്ത് നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ അവർ ഈ യോഗത്തിൽ ഉന്നയിക്കും. തുടർന്ന് സുരേന്ദ്രനെ എതിർക്കുന്ന വിഭാഗം ഡൽഹിയിലെത്തി ദേശീയ നേതാക്കന്മാരെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിരിക്കും നീക്കം നടക്കുക. അതിനുശേഷം ദേശീയ നേതൃത്വമാണ് നേതൃമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ
തീരുമാനിക്കുക. BJP-യുടെ അംഗത്വ ക്യാമ്പയിൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ദേശീയ നേതൃത്വ തലത്തിൽ അടക്കം മാറ്റങ്ങൾ ഉണ്ടാവും. നിലവിലെ പ്രസിഡന്റ് JP നദ്ദയെ മാറ്റി ശിവരാജ് സിംഗ് ചൗഹാനെ ദേശീയ പ്രസിഡന്റായി കൊണ്ടുവരാനുള്ള നീക്കം BJP-യുടെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നടക്കുന്നുണ്ട്. സമാനമായൊരു നീക്കമാണ് കേരളത്തിലെ സുരേന്ദ്രനെ എതിർക്കുന്ന നേതാക്കൾ ലക്ഷ്യമിടുന്നത്. 2 ഓപ്ഷനുകളാണ് അവർ മുന്നിൽ വെക്കുന്നത്. ഒന്ന്, മുൻ കേന്ദ്രമന്ത്രി മുൻ സംസ്ഥാന അധ്യക്ഷനുമായ V. മുരളീധരന് താൽക്കാലിക അധ്യക്ഷന്റെ ചുമതല നൽകണം, അല്ലെങ്കിൽ MT രമേശിനെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിക്കണം. ഈ 2 കാര്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ MT രമേശിനെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവരുന്നതിനോട് അനുകൂല നിലപാടെടുക്കുന്ന ആളുകളാണ്. നിലവിൽ K. സുരേന്ദ്രനെ എതിർക്കുന്ന വിഭാഗത്തിലും അനുകൂലിക്കുന്ന വിഭാഗത്തിലും MT രമേശ് ഇല്ല. കാരണം അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ പരസ്യമായി എതിർക്കാനോ അനുകൂലിക്കാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല. പക്ഷേ K. സുരേന്ദ്രനോട് അടുപ്പമുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് താൻ മാറുകയാണെങ്കിൽ V. മുരളീധരനെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവരട്ടെ, താൽക്കാലിക അധ്യക്ഷന്റെ ചുമതല V. മുരളീധരന് നൽകട്ടെ എന്നൊരു സമീപനമാണ് K. സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എബി, തീർച്ചയായും യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെയും ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് തന്നെയാണ് നിതിൻ പ്രഭാകരൻ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തത്. ഒപ്പം തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷേ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ചേരുന്ന ആദ്യത്തെ യോഗത്തിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ 2 വിഭാഗങ്ങളായി തന്നെ നിൽക്കുന്ന ഘട്ടത്തിൽ അത്തരത്തിലുള്ള വിഷയങ്ങളും ഇതോടൊപ്പം തന്നെ ചർച്ചയാകും എന്ന് തന്നെയാണ് നിതിൻ പ്രഭാകരൻ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരനും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും ഉപാധ്യക്ഷൻ P. രഘുനാഥിനുമെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും BJP-യുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ പരിസരത്തുമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. V. മുരളീധരൻ, K. സുരേന്ദ്രൻ, P. രഘുനാഥ് എന്നിവർ BJP-യിലെ കുറുവാ സംഘം, ഇവരെ പുറത്താക്കൂ, BJP-യെ രക്ഷിക്കൂ എന്നാണ് പോസ്റ്ററിലുള്ളത്. സേവ് BJP എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവന്റെ പരിസരത്ത് പതിച്ച പോസ്റ്റർ പ്രവർത്തകരൊക്കെ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തൃശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്നവർക്കിടയിലേക്ക് തടിലോറി പാഞ്ഞു കയറി 5 പേർക്ക് ദാരുണാന്ത്യം. വഴിയരികിൽ ഉറങ്ങിക്കിടന്ന കുട്ടികളടക്കമുള്ള നാടോടികളാണ് മരിച്ചത്. പുലർച്ചെ 4 മണിക്കായിരുന്നു അപകടം. മേഘന മുരളിയുണ്ട് വിവരങ്ങളുമായി. മേഘന, വളരെ ദാരുണമായിട്ടുള്ള സംഭവമായിരുന്നു. 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം. അതിൽ വലിയ രീതിയിലുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ പാലക്കാടുകാരാണെന്ന് നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവരിങ്ങോട്ട് വരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നു. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? എബി, തൃശൂർ നാട്ടികയിൽ ഇത്തരത്തിലൊരു ദാരുണാന്ത്യം ഉണ്ടായതിനെ തുടർന്നുണ്ടായിട്ടുള്ള തുടർ വാർത്തകൾ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നത്, അതായത് ഈ തടി ലോറി കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്നു. ഇതിലെ ക്ലീനറും ഡ്രൈവറും അടക്കമുള്ളവർക്കെതിരെ തുടർ നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഗതാഗത വകുപ്പ് മന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് ഈ വാഹനത്തിന്റെ ലൈസൻസ് റദ്ദാക്കാനും രജിസ്ട്രേഷൻ റദ്ദാക്കാനുമുള്ള നടപടിക്രമങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. കൂടാതെ ഇത്തരത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ അടക്കം നേതൃത്വത്തിൽ ഇവർക്കെതിരെയും ഗുരുതര വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ട് മനഃപൂർവ്വമുള്ള നരഹത്യ കേസിന് കുറ്റമടക്കം ചുമത്തിക്കൊണ്ടുള്ള നടപടിക്രമങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ മരിച്ച 5 പേരും പാലക്കാട് സ്വദേശികളാണ് എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പാലക്കാട് ഉൾഗ്രാമത്തിൽ നിന്നുള്ളവരാണ് ഈ നാടോടി ആയിട്ടുള്ള മരിച്ച ആൾക്കാർ. അവർ ഇവിടെ എത്തി, തൃശ്ശൂരിലെത്തി ചില ജോലികളൊക്കെ ചെയ്ത് ഉപജീവന മാർഗം കൈക്കൊള്ളുന്നവരാണ്. അവർക്ക് തുടർ നടപടികളൊക്കെ തൃശൂർ ജില്ലാ ഭരണകൂടം നേതൃത്വത്തിൽ നടത്തി കൊടുക്കുമെന്നുള്ള